പ്രവാസി മലയാളിയായ യുവതിയുടെ ലൈംഗിക പീഡന പരാതിയിൽ MLA അറസ്റ്റിൽ. KPM ഹോട്ടലിൽ നിന്നാണ് രാഹുലിനെ ക്രൈംബ്രാഞ്ച് സംഘം കസ്റ്റഡിയിലെടുത്തത്. വിദേശത്തുള്ള യുവതിയുടെ മൊഴി ഓൺലൈനായി വീഡിയോ കോൺഫറൻസിലൂടെ രേഖപ്പെടുത്തിയ ശേഷം അതീവ രഹസ്യമായാണ് FIR രജിസ്റ്റർ ചെയ്ത അന്വേഷണം സംഘം രാഹുലിനെ കസ്റ്റഡിയിലെടുത്തത്. ഒരു ചായ വേണമായിരുന്നു. നാളെ നീ എന്നെ സാറേന്ന് വിളിപ്പിക്കുന്നില്ലേ പറഞ്ഞത്? അതിനുശേഷം വാങ്ങിച്ചു തരാം. സാറേ, റൂം ബുക്ക് ചെയ്തേ ഞാനാ. കരഞ്ഞ് കാല് പിടിച്ചു പറഞ്ഞു എന്നെ ബലാത്സംഗം ചെയ്യരുതേന്ന്. പക്ഷെ അങ്ങനെയല്ലല്ലോ അയാള് പറഞ്ഞത്. നീ കരഞ്ഞ് കാല് പിടിച്ചുകൊണ്ട് എന്നെ ബലാത്സംഗം ചെയ്യാതിരിക്കല്ലേ എന്ന് പറഞ്ഞെന്നാണല്ലോ. സാർ, ഈ പോയിന്റ് വെച്ച് നമുക്ക് ഒരു മനഃപൂർവ്വമല്ലാത്ത ബലാത്സംഗത്തിന് കേസെടുക്കാമെന്നാണ് എന്റെ അഭിപ്രായം. ചേട്ടാ 2 ചായ. എന്തായി സാറേ? ആളകത്ത് പോവും. ആ പെമ്പിള്ളേര് കട്ടയ്ക്ക് നിൽക്കുക. കുറെ നാളായി സാറേ ഞങ്ങൾ നോക്കി വെച്ചിട്ട്. ഇതിലെന്തായാലും ഞങ്ങൾ കൂട്ടും സാറേ. ഭരണമൊക്കെ മാറും സാറേ, ഇലക്ഷനൊക്കെ അല്ലേ വരണേ. നിങ്ങളുടെ സാറിനൊരു ചായ വേണമെന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചു കൊടുത്തേരെ. ചേട്ടാ ഒരു ചായ വിത്തൗട്ട് കൊടുത്താൽ മതി ചേട്ടാ. പഞ്ചാരക്ക് ആളാവശ്യത്തിന് ഇട്ടോളും. ശ്യാമുട്ടിയെ, നിങ്ങളുടെ സാറിന് വടണ്ടേ? അവനിതൊക്കെ എന്തും പാടാ. 29 പ്രാവശ്യം നിന്നെ ബലാത്സംഗം ചെയ്തു നിനക്ക് എപ്പോഴാണ് മനസ്സിലായത്? അത് 29ാമത്തെ ബലാത്സംഗത്തിന് ശേഷം അടുത്ത ദിവസം രാവിലെ ഒരു 7:30 ആയപ്പോഴത്തേക്കും മനസ്സിലായത് സാർ. നീ ബൈജുവിന് പല പ്രാവശ്യമായിട്ട് പൈസ അയച്ചു കൊടുത്തിട്ടില്ലേ? അതെ മാഡം. എത്ര പ്രാവശ്യം? 29 പ്രാവശ്യം. 29 പ്രാവശ്യം നിന്നെ ബലാത്സംഗം ചെയ്തിട്ടുണ്ട്. 29 പ്രാവശ്യം നീ പൈസ അയച്ചു കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ എത്ര അയച്ചു കൊടുത്തിട്ടുണ്ട്? ടോട്ടല് 29 ലക്ഷം. ഈ ചെരുപ്പിന് 10,000 രൂപയോ? നിന്റെ ശ്രമത്തിലേ വാങ്ങിയത്? അതെ സാർ. എത്ര അതിന്റെ MRP? ഇതിന് 560 രൂപയുള്ളൂ സാർ. ബില്ല് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ചെരുപ്പ് വാങ്ങാനെന്നും പറഞ്ഞ് അന്ന് എന്റെ കയ്യിൽ നിന്ന് 10,000 രൂപ വാങ്ങി സാറേ. എന്തായി ശ്രീകല മാഡം, ഇവളുടെ ദേഹപരിശോധന നടത്തിയോ? സാറ് ഈ പെങ്കൊച്ചിന്റെ ദേഹപരിശോധന നടത്തിയെന്നുള്ളതാണല്ലോ കേസ്. എവിടെ വെച്ച്? കോതമംഗലത്തെ ലോഡ്ജി വെച്ച്. നീ പരാതി പിൻവലിച്ചില്ലെങ്കിൽ ഞാനകത്താവും. എന്റെ പൊന്ന് സാറേ, സാറല്ല, ഈ പ്രതിയായിട്ടുള്ള ബൈജു സാറ്. ഏത് വകുപ്രകാരമാണ് സാറേ ബൈജുവിനെതിരെ കേസെടുത്തുള്ളത്? അവളാണ് ഫ്ലാറ്റ് എടുത്തത്, പിന്നെ റൂം ബുക്ക് ചെയ്തത് അവള്, അവിടെ വിളിച്ചു വരുത്തിയത് അവള്. സാറേ, ഇത് ഉഭയകക്ഷി സമ്മതപ്രകാരം നടന്നെന്നുള്ളതിന് വ്യക്തമായ തെളിവുണ്ട്. എന്തുവാ സാർ ഉഭയകക്ഷി? എനിക്കൊന്നും അറിയത്തില്ല. എനിക്ക് ഇവനെ മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ട് BNS 64 ബലാത്സംഗം നിൽക്കത്തില്ല സാറേ. ഹോട്ടൽ റൂം വെച്ചല്ലേ? അപ്പൊ നിൽക്കാനൊരു സാധ്യത കാണുന്നില്ല. അവളുടെ ഫ്ലാറ്റ് റെയ്ഡ് ചെയ്തപ്പോ ഒരു പേഴ്സും 2 പവന്റെ മാലയും കിട്ടിയായിരുന്നു. അതാരുടെയാ? അത് അവളുടെ ഒന്നും സമ്മതിച്ചിട്ടുണ്ട് സാറേ. അവളുടെ ഫ്ലാറ്റിൽ നിന്ന് അവളുടെ പേഴ്സും മാല അല്ലാതെ എന്റെ തൊപ്പിയും തോക്കൊന്നുമല്ല കിട്ടിയത്. സാറേ, ഇതിനി ആവർത്തിക്കില്ല എന്നൊരു ബുക്കിൽ എഴുതി വെച്ച് വിട്ടാ പോരെ സാറേ? അവൻ എഴുതി ഒരു 200 പേജിന്റെ ബുക്ക് തോന്നുന്നു. രാഹുലിനെ അറസ്റ്റ് ചെയ്ത പശ്ചാത്തലത്തിലായിരുന്നു ഫോണുകൾ കൂടി പിടിച്ചെടുത്തത്. ആ ചെരുപ്പിന്റെ കാര്യം എന്തായി? ചെരുപ്പ് കൊണ്ടെടുത്തിട്ടുണ്ട്. ചെരുപ്പ് വാങ്ങാനായിട്ട് അവനവളുടെ 10,000 രൂപ വാങ്ങിച്ചിട്ടുണ്ട്. ചെരുപ്പ് വാങ്ങിയിരിക്കണത് 560 രൂപയ്ക്കാണ്. അതുകൊണ്ട് വഞ്ചനാട്ടത്തിന് ഒരു കേസ് എടുത്തേക്ക്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ സർ. എന്തായി സാറേ? ഉഭയകക്ഷി സമ്മതപ്രകാരം വാങ്ങിയ ചെരുപ്പ് തെളിവായിട്ട് സാർ, ആ ചെരുപ്പ് തെളിവായിട്ട് എടുക്കാൻ പറ്റത്തില്ല. അത് അവന്റെ തന്നെയാണല്ലോ. പിന്നെ പ്രശ്നം ആ ചെരുപ്പ് ബൈജുവിൻ്റെതാണെന്ന് തെളിയിക്കാൻ കഴിയില്ല. അതെന്താ? കാരണം ബൈജുവിന്റെ കാല് 9 ഇഞ്ചും ചെരുപ്പ് 8 ഇഞ്ചും ആണ്. ഒന്നുകൂടെ നോക്ക്. അവന്റെ അല്ലേ ചെരുപ്പ്? ചെരുപ്പ് 8 ഇഞ്ചാണെങ്കിലും അതിന്റെ വള്ളി 9 ഇഞ്ചാണെങ്കിലോ? ഇനിയിപ്പോ ചെരുപ്പിന്റെ DNA ടെസ്റ്റ് നടത്തണമല്ലോ. ചെരുപ്പിന്റെ DNA ടെസ്റ്റോ? നാളെ ചെരുപ്പിന്റെ പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന് പറഞ്ഞാലും വേറെ വഴിയില്ലല്ലോ. അതോട് സാറേ, അവളുടെ ഫ്ലാറ്റിൽ നിന്ന് കിട്ടിയ ബൈജുന്റെ ഒരു മുടി ഉണ്ടല്ലോ, അത് മതി അവൻ ആ ഫ്ലാറ്റിൽ പോയിട്ടുണ്ടെന്ന് തെളിയിക്കാൻ. സാർ, ഈ കിട്ടിയ മുടി വെച്ച് ബലാത്സംഗത്തിന് കേസെടുക്കണമെന്നാണ് SHO പറയുന്നത്. ഫ്ലാറ്റിൽ നിന്ന് ഒരു മുടി കിട്ടി വെച്ചിട്ട് അതങ്ങനെ ബലാത്സംഗം? സാർ, ബൈജുവിന്റെ ഈ മുടി കിട്ടിയത് അവളുടെ ചുരിദാറിൽ നിന്നാണല്ലോ. എങ്ങനെ വേണമെങ്കിലും അവന്റെ മുടി അവളുടെ ചുരിദാറിൽ നിന്ന് കിട്ടാം. ഒരു ഫാൻട്ടാ പോരെ? ബൈജുവിന്റെ ഈ മുടി കിട്ടിയത് അവളുടെ ചുരിദാറിനുള്ളിൽ നിന്നാണെങ്കിൽ അത് ബലാത്സംഗമാകും. അതെങ്ങനെ ബലാത്സംഗമാവും? ഈ മുടി കിട്ടിയത് അവളുടെ ചുരിദാറിനുള്ളിൽ നിന്നാണെന്ന് സാറിന് FIR ഇടേണ്ടി വരും.
അങ്ങനെ കേസ് ബലാത്സംഗമാകും. അതിനുള്ള കോൾ സാറിന് ഇപ്പൊ വരും. DSP നെ ഒന്ന് വിളിക്കട്ടെ. ഞാൻ വിളിക്കാം. സ്റ്റേഷനിലാ. ഇവളുമായി ബന്ധപ്പെട്ട് ആരൊക്കെ വന്നിട്ടുണ്ട്? ഒരാളെ വന്നിട്ടുള്ളൂ സാർ. അതാരാണ്? ഇയാളെ സാർ ബൈജു. ഇവനോ? അതല്ലടോ, ബന്ധപ്പെട്ടവർ, ബന്ധുക്കൾ. അവരെ ആരെല്ലാം വിളിപ്പിക്കണം. ശരി സാർ. വാടാ. പുറത്തിരിക്കട്ടാ. മാഷേ, ആ ചെരുപ്പടയിൽ ഒരു ലേഡി സ്റ്റാഫില്ലേ? ഉണ്ട് സാറേ. എന്താ? അവൾ ആളെങ്ങനെയാ? ആള് കുഴപ്പമില്ല സാറേ. അവളെ ഒന്ന് പൊക്കണമല്ലോ. ഞാൻ വിളിച്ചു നോക്കാം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ സാറ് നോക്കി നോക്കണം. എവിടെ വരാൻ പറയണം? പട്ട വരാൻ പറയണം. സാറേ എവിടെ എല്ലാവരും ഇല്ലേ? വല്ല ലോഡ്ജിലോ മറ്റോ പോയാലോ? 2 പിള്ളേരല്ലടോ, തന്റെ കുന്തളിപ്പതിരെ മാറിയില്ലേ? നീ ഏതൊക്കെ ലോഡ്ജുകളിൽ പോകുന്നുണ്ടെന്ന് നിന്റെ ക്വാർട്ടേഴ്സിലെ ബെഡ്ഷീറ്റുകൾ കണ്ടാ മനസ്സിലാകും. സാറ് ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല സാറേ. എന്ത് ബൈജു? ആ ചെരുപ്പ് കടയിലെ ലേഡി സ്റ്റാഫിനോട് പരാതി എഴുതി വാങ്ങിക്കും. പ്രതി ബൈജു ചെരുപ്പ് വാങ്ങാൻ കടയിൽ ചെന്നപ്പോ അവളെ പീഡിപ്പിച്ചെന്ന്. അന്ന് അവള് ലീവായിരുന്നു സാർ. അപ്പൊ ഇനി എന്ത് ചെയ്യും? സാറേ, അവന്റെ ദേഹപരിശോധന നടത്തിയപ്പോ അവന്റെ അരയിൽ ഒരു ഏലസ് കണ്ടു. സ്ത്രീകളെ വശീകരിക്കാനായി ഇവിടെ അടുത്തൊരു സ്വാമീജി ജപിച്ചു കൊടുത്തതാ. നമുക്ക് ആ സ്വാമിജീനെ ഒന്ന് പൊക്കിയാൽ ഇവ സഞ്ചരിച്ച റൂട്ട് മനസ്സിലാക്കാൻ കഴിയും. സാറേ ഇപ്പൊ പവിത്ര സാമ്യരാളാ. സാറേ, ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് 1-2 തവണ ഞാൻ പോയിട്ടുണ്ട്. സാർ അവനോടൊന്ന് ചോദിക്കും, ഈ ഏലസിന് ശരിക്കും വശീകരണ ശക്തി ഉണ്ടോ? ഞാൻ അവനോട് ചോദിക്കില്ല, താൻ അവളുമാരോട് ചോദിക്കും. വശീകരിക്കുന്നത് ഈ ഏലസ് തന്നെയാണോ എന്ന്. വശീകരിക്കുന്നത് ഏലസല്ല, വേറെ എന്തെങ്കിലും ഉപകരണമാണെങ്കിൽ ആ ഉപകരണത്തിനെതിരെ പ്രേരണ കുറ്റത്തിന് കേസെടുക്കാൻ വകുപ്പുണ്ട് സാർ. മനസ്സിലാക്കണം. അത് പോയിന്റ്. അവൻ ഒരു പേപ്പറിലും ഒപ്പിടില്ലെന്നാണ് പറയണത്. ആ, അത് അതിനൊരു വഴിയുണ്ട്. ജിൻസേ, എന്താ സാറേ? ഒരു വരിപ്പേപ്പ് എടുത്ത്. നീ ആരും കാണണ്ട് ഈ പേപ്പർ അവന്റെ കൊടുത്താൽ മതി. അവൻ ഒപ്പിട്ട് തരും. ഇത് കൊടുത്തിട്ട് ഉഭയകക്ഷി സമ്മതപ്രകാരം ഒന്ന് മാത്രം പറഞ്ഞാൽ മതി. ഞാനൊന്ന് നോക്കട്ടെ സാറേ. ആ സാർ. ഓക്കെ സാർ, കഴിഞ്ഞു. FIR ഇട്ടിട്ടുണ്ട്. അതേസമയം ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട ഒരു ജീവിതാവസാനം വരെ തുടരുന്ന ഒരു ലൈഫ് ലോങ് റിലേഷൻ ആണ് എന്ന് താൻ ഉറപ്പ് നൽകിയിരുന്നില്ല